നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നിട്ട് ഇന്ന് 76ാമത് വർഷം. 76ാമത് രക്തസാക്ഷിത്വ ദിനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. മഹാത്മാഗാന്ധി വർഗീയ ഭീകരവാദികളുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ട ദിനമാണ് ഇന്ന് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ഇന്ത്യയെ വാർത്തെടുക്കാൻ ഗാന്ധിജിയുടെ പ്രോജ്വല സ്മരണ കരുത്താകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മഹാത്മാഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട പായിച്ചവന്റെ ഭീരുത്വത്തിന് പിന്നിലെ ശക്തികളാണ് ചെങ്കോലുമണിഞ്ഞ് ഇന്ന് സിംഹാസനങ്ങളിൽ ഇരുപ്പുറച്ചിരിക്കുന്നതെന്ന് വി.ഡി. സതീശൻ അനുസ്മരണക്കുറിപ്പിൽ പറഞ്ഞു. ഗാന്ധി ഘാതകർക്ക് ഈ രാജ്യത്തെ ഇനിയും വിട്ടുകൊടുക്കാതിരിക്കാമെന്നും പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രിയുടെ അനുസ്മരണക്കുറിപ്പ് ഇങ്ങനെ: നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി വർഗീയ ഭീകരവാദികളുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ട ദിനമാണിന്ന്. സാഹോദര്യത്തിലും സൗഹാർദ്ദത്തിലും സാമുദായിക മൈത്രിയിലും അധിഷ്ഠിതമായ ഒരു ഇന്ത്യക്കായി നിലകൊണ്ടതാണ് ഗാന്ധിജിയെ വർഗീയവാദികൾക്ക് അനഭിമതനാക്കിയത്. തങ്ങളുടെ പ്രത്യയ ശാസ്ത്രത്തിന്റെ മുന്നോട്ട് പോകിന് തടസ്സം നിൽക്കുന്നതാരായാലും അവരെ ഉന്മൂലനം ചെയ്യുകയെന്ന കുടിലതയുടെ ദൃഷ്ടാന്തമായിരുന്നു ഗാന്ധിവധം. ജനാധിപത്യ മൂല്യങ്ങളും മതനിരപേക്ഷാശയങ്ങളും വലിയ വെല്ലുവിളി നേരിടുന്ന സമയമാണിത്. രാജ്യത്ത് മേൽക്കോയ്മ നേടാൻ അധികാരവും സംഘടനാശേഷിയും വർഗീയ ശക്തികൾ ഒരുപോലെ ഉപയോഗിക്കുന്നു. വർഗീയ ധ്രുവീകരണം മൂർച്ഛിക്കാനായി ആരാധനാലയങ്ങളെ പോലും ഉപയോഗപ്പെടുത്തുന്നു. ഫെഡറൽ തത്വങ്ങളെ അട്ടിമറിച്ച് സംസ്ഥാനങ്ങളെ നിയന്ത്രണ വിധേയമാക്കാൻ ആസൂത്രിത ശ്രമങ്ങൾ നടത്തുന്നു. രാജ്യത്ത് നടപ്പിലാക്കി വരുന്ന നവ ലിബറൽ സാമ്പത്തിക നയങ്ങൾ ജനജീവിതം ദുസ്സഹായമാക്കുകയാണ്. ഇതിനെതിരെ ഉയർന്നു വരുന്ന ജനകീയ മുന്നേറ്റങ്ങളെ ശിഥിലമാക്കാനാണ് വർഗീയത അടിസ്ഥാനമാക്കിയുള്ള പ്രചരണങ്ങൾ ശക്തമാക്കുന്നത്. ഈ പ്രതിലോമ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ രാജ്യത്തെ എല്ലാ ജനാധിപത്യ മതേതര വിശ്വാസികളും ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതുണ്ട്. കൂടുതൽ സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ഇന്ത്യയെ വാർത്തെടുക്കാൻ ഗാന്ധിജിയുടെ പ്രോജ്വല സ്മരണ കരുത്താകും. പ്രതിപക്ഷ നേതാവിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ: രാജ്യത്തിനും ജനങ്ങൾക്കും ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും ഇന്ത്യ എന്ന ഗംഭീര ദർശനത്തിനു വേണ്ടി ഒരാൾ ജീവൻ ത്യജിക്കുന്നു. അയാൾ ജീവിച്ചത് മുഴുവൻ രാജ്യത്തിനായി. മരണവും അപ്രകാരം തന്നെ. ബിർള മന്ദിറിന്റെ നടപ്പാതയിൽ തളം കെട്ടിക്കിടക്കുന്ന ചോരയിൽ നിന്ന് അയാൾ അമരനായി ഉയർക്കുന്നു. തെളിമയുള്ള കണ്ണുകളോടെ അദ്ദേഹം നമ്മെ നോക്കും, ഓർമ്മിപ്പിക്കും, തിരുത്തും, വഴികാട്ടും. സംഘപരിവാറിനെ വെടിവെച്ചിടാനേ ആയുള്ളൂ. മരണവും കടന്ന് തലമുറകളിലൂടെ ഗാന്ധിജി ജീവിക്കുന്നു. അമരനായ രക്തസാക്ഷിയെ പ്രണമിക്കുന്ന ഈ ദിനത്തിൽ ആ കൊലയ്ക്ക് ഉത്തരവാദികളായവരെയും ഓർക്കണം. മുൻപത്തെക്കാളും ആ ഓർമ്മയ്ക്ക് ഇന്ന് അതീവ പ്രാധാന്യമുണ്ട്. രാമമന്ത്രം ജപിച്ചു തീരാത്ത ചുണ്ടുകളെ നിശബ്ദമാക്കിയവർ രാമന് പ്രാണമന്ത്രം ഓതുന്ന കാലം. ആ നെഞ്ചിലേക്ക് വെടിയുണ്ട പായിച്ചവന്റെ ഭീരുത്വത്തിന് പിന്നിലെ ശക്തികളാണ് ചെങ്കോലുമണിഞ്ഞ് ഇന്ന് സിംഹാസനങ്ങളിൽ ഇരുപ്പുറച്ചിരിക്കുന്നത്. വെറുപ്പിന്റെ കോട്ട കൊത്തളങ്ങൾ ബലപ്പെടുത്തുകയും വിഭജനത്തിന്റെയും വിഭാഗീയതയുടെയും അധമ രാഷ്ട്രീയം പ്രചരിപ്പിക്കുകയുമാണവർ. ഇവരുടെ ഇരുട്ട് കോട്ടകൾക്കുള്ളിൽ ഗാന്ധിയില്ല, രാമനില്ല, ഇന്ത്യയുമില്ല. ഗാന്ധിയുടെ രാമനും സീതയും ഗീതാവാക്യവും സത്യാന്വേഷണങ്ങളും എല്ലാം ഇന്ത്യയായിരുന്നു. ഈ രാജ്യത്തെ അദ്ദേഹം അത്രത്തോളം ആഴത്തിൽ സ്നേഹിച്ചു. രക്തസാക്ഷിത്വങ്ങൾ ചിലതെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഗാന്ധി ഘാതകർക്ക് ഈ രാജ്യത്തെ ഇനിയും വിട്ടുകൊടുക്കാതിരിക്കാം. രണ്ടു പേരുടെയും ഫേസ്ബുക്ക് കുറിപ്പുകൾക്ക് ഒട്ടനവധി പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.